ബി.ജെ.പി. സർക്കാർ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വഖഫ് നിയമത്തിൽ മോദി സർക്കാർ വരുത്താൻ പോകുന്ന പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം. വഖഫ് നിയമത്തിന്റെ ഭീകരത കേരളം അടുത്തറിഞ്ഞത് മുൻപത്തെ 600ഓളം കുടുംബങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ്. അതുവരെ മലയാളി കരുതിയിരുന്നത് വഖഫ് ഭേദഗതി ബില്ല് ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെ മോദി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബിൽ മാത്രമാണെന്നായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി വ്യത്യാസമില്ലാതെ പാടി പഠിപ്പിച്ചതും അതുതന്നെയായിരുന്നു. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നതിന് പിന്നാലെ നിയമസഭ ഭേദഗതി ബില്ലിനെതിരെ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മുനമ്പം വിഷയം കത്തിപ്പടരാൻ തുടങ്ങിയത്. ഇതോടെ ബില്ല് കേരള ജനതയുടെ ഇടയിൽ വലിയ ചർച്ചയായി മാറി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം. വഖഫ് ആക്ട് 1995 പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി മാറ്റും. 5 വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം പേരിലുള്ള സ്വത്ത് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ. സ്ത്രീകളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെ വഖഫ് ചെയ്യരുത്. വഖഫ് ബൈ യൂസർ എന്ന അവകാശം ഉപയോഗിച്ച് വാടകക്കാരനോ ലീസിനെടുത്ത ആളോ അത്തരം വസ്തുക്കൾ വഖഫ് ചെയ്യരുത്. ഇതുവരെ വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്തിരുന്നത് വഖഫിന്റെ സ്വന്തം സർവേ കമ്മീഷനായിരുന്നു. ഇനി മുതൽ അത് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന സർവേയർ ആയിരിക്കും. ഇതുവരെ വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ അതിനു പകരം സുന്നി, ആഗാഖാനി, ഷിയ, ബോറ, അഹമ്മദിയ, ജമാഅത്തെ എന്നീ മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും. ഇതുവരെ വഖഫ് ബോർഡിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ലായിരുന്നു. ഇനി മുതൽ 2 സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തും. കൂടാതെ നോൺ മുസ്ലിം മെമ്പർമാരെയും ചേർക്കും. കാരണം ഇന്ത്യയിൽ ധാരാളം നോൺ മുസ്ലിം വസ്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് ഒരു രജിസ്റ്റർ ഇല്ല. അതിനായി ഒരു സെൻട്രൽ പോർട്ടൽ നിലവിൽ വരും. അതിൽ മാത്രമേ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് കൃത്യമായ ഡേറ്റാബേസ് ഉണ്ടായിരിക്കും. ആരുടെയെങ്കിലും ഭൂമി വഖഫ് ചെയ്യുന്ന പക്ഷം അയാളെ മുൻകൂട്ടി അറിയിച്ച് അയാൾക്ക് പറയാനുള്ള വാദമുഖങ്ങൾ കൂടി കേട്ടതിന് ശേഷമേ ആ ഭൂമി വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ഇതുവരെ വഖഫ് സ്വത്തുക്കളിൽ തർക്കമുണ്ടായാൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ ആയിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഇന്ത്യൻ കോടതികളുടെ കീഴിലേക്ക് മാറും. അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ 90 ദിവസം എന്ന സമയപരിധിയും നിശ്ചയിക്കും. വഖഫ് സ്വത്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തവല്ലി എല്ലാ മാസവും സെൻട്രൽ പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ മാസക്കണക്കുകളും വർഷാവസാനം വർഷക്കണക്കും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വഖഫ് ഭൂമിയിൽ കയ്യേറ്റം നടന്നാൽ അത് ഒഴിപ്പിക്കാനുള്ള ക്രിമിനൽ അധികാരം വഖഫ് ട്രൈബ്യൂണലിന് ആയിരുന്നു. ഇനി മുതൽ അത് ജില്ലാ കളക്ടറിലേക്ക് മാറും. ജില്ലാ കളക്ടറെയും രജിസ്ട്രാറെയും ബോർഡിന് മുൻപിൽ വിളിച്ചു വരുത്തുവാനും അവർക്ക് ഉത്തരവ് നൽകുവാനുമുള്ള വഖഫ് ബോർഡിന്റെ അധികാരം എടുത്തുമാറ്റും. വഖഫ് സ്വത്തുക്കളിൽ സംശയം തോന്നിയാൽ അത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെയായിരുന്നു. ഇനി മുതൽ അത്തരം അന്വേഷണം നടത്തുന്നത് ജില്ലാ കളക്ടറും തീരുമാനമെടുക്കുന്നത് ഇന്ത്യൻ കോടതിയുമായിരിക്കും. വഖഫ് ഭൂമിയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് കൃത്യമായ നിർവചനം നിലവിലുണ്ട്. അനാഥാലയം, വിദ്യാലയം, ദേവാലയം എന്നിവയുടെ നിർമ്മാണം, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ വഖഫ് ചെയ്ത ഭൂമി ഉപയോഗിക്കാവൂ എന്ന് വഖഫ് നിയമാവലിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ഭൂമി ഒരു കാരണവശാലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയും ഇത് പറഞ്ഞിട്ടുണ്ട്. കർണാടക കോൺഗ്രസ് നേതാവ് റഹ്മാൻ ഖാൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായിരിക്കെ 2012-2014 കാലഘട്ടത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് വെച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ് ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. മുകളിൽ പരാമർശിച്ചിട്ടുള്ള പോയിന്റുകൾ മാത്രമല്ല വഖഫിൽ വരുന്ന ഭേദഗതികൾ.
ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുന്നിലിരിക്കുന്ന ഈ വിഷയം എപ്രകാരമാണോ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ശുപാർശകളോടുകൂടി സർക്കാരിന് സമർപ്പിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് പാർലമെന്റിൽ സമർപ്പിക്കുകയും പാർലമെന്റിൽ സമർപ്പിക്കുമ്പോൾ നടക്കുന്ന ചർച്ചകളുടെയും ഭേദഗതികളുടെയും കൂടി അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസാക്കുന്ന നിയമമായിരിക്കും ഇനി വരാൻ പോകുന്നത്. വഖഫ് എന്താണെന്ന് അറിയാത്തവർക്കായി അല്പം ചരിത്രം കൂടി പറയാം. ഇസ്ലാമിക മതവിശ്വാസികൾ മതപരമായ ആവശ്യങ്ങൾക്ക് സ്വത്ത് മാറ്റിവെക്കുക എന്ന സങ്കല്പമാണ് വഖഫ് തത്വത്തിൽ അടങ്ങിയിരിക്കുന്നത്. രാജ്യത്ത് മതപരമായ വേർതിരിവുകൾ നിലനിർത്തിക്കൊണ്ട് വിഭജിച്ചു ഭരിക്കുക എന്ന ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് 1936 ബ്രിട്ടീഷ് ഭരണകൂടം ഭാരതത്തിൽ വഖഫ് നിയമം നടപ്പിലാക്കിയത്. വിഭജനാനന്തരം രാജ്യത്തുണ്ടായ പലായനങ്ങൾക്ക് ശേഷം കോൺഗ്രസ് തുടക്കം മുതൽ അനുവർത്തിച്ചു പോന്ന മുസ്ലിം പ്രീണന നയത്തിന്റെ തുടർച്ചയെന്നോണം 1954 നെഹ്റു സർക്കാർ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൂടി വഖഫിന് കൈമാറി. 1995 നരസിംഹറാവുവിന്റെ ഭരണകാലത്തും 2013 മൻമോഹൻ സിംഗിന്റെ കാലത്തും കൊണ്ടുവന്ന നിയമ ഭേദഗതികളിലൂടെ കോൺഗ്രസ് സർക്കാരുകൾ വഖഫ് നിയമത്തെ മുസ്ലിം സമുദായത്തിന് അനുകൂലമാകുന്ന രീതിയിൽ വീണ്ടും പരിഷ്കരിക്കുകയായിരുന്നു.